ഇതിലും വലിയ മറുപടി മാധ്യമപ്രവർത്തകർക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാനില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിക്കയറിയതു മുതൽ കോൺഗ്രസ് നേതാക്കളെ എവിടെ കണ്ടാലും ചില പ്രത്യേക വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് രാഹുലിനെ കുറിച്ച് രണ്ടക്ഷരം ചോദിച്ചില്ലെങ്കിൽ ഇരിക്കെ പൊറുതിയില്ലാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ബ്രേക്കിംഗ് ന്യൂസായി പോകുന്നതുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണ കേസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ്. കോഴിക്കോട് നടന്ന മീറ്റ് ദി ലീഡർ എന്ന പരിപാടിയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയാണ് മാധ്യമപ്രവർത്തകർക്ക് വീണുകിട്ടിയത്. പക്ഷേ MLAയുടെ മറുപടി അപ്രതീക്ഷിതമായിരുന്നെന്ന് പറയാതെ വയ്യ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്താൽ MLA പദവി രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടുമോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. തെല്ലും സംശയിക്കാതെ മാധ്യമപ്രവർത്തകന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അത് നമുക്ക് മുകേഷ് MLAയുടെ മാതൃകയിൽ ആലോചിക്കാം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. ധാർമ്മികതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് വിശദമായ ക്ലാസും സണ്ണി ജോസഫ് കൊടുത്തിട്ടുണ്ട്. ധാർമ്മികതയിൽ ഞങ്ങളും CPM-ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മുകേഷിന്റെ കാര്യത്തിൽ അവർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്യാതെ നേരെ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളനെതിരെ പാർട്ടിയിൽ നിന്ന് ഒരു നടപടിയും സ്വീകരിക്കാതെ കവചമൊരുക്കുകയാണ് ചെയ്തത്. രാഹുലിനെതിരെ ഒരു ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചവരാണ് ഞങ്ങൾ. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും കോൺഗ്രസിന് ധാർമ്മികതയില്ലെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയെ കൂടി വലിച്ചു കീറുകയാണ് MLA ചെയ്തത്. രാഹുലിനേക്കാൾ ഗൗരവമുള്ള വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ സംരക്ഷിക്കാൻ CPM നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. കൂടാതെ MV ഗോവിന്ദൻ പ്രതികളെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണെന്നും പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. MLAയുടെ പ്രതികരണം കാണാം. അത് മുകേഷിന്റെ മാതൃകയിൽ ആ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. കോൺഗ്രസിന് കൂടുതൽ ധാർമ്മികതയുണ്ട്. അത് നല്ല ചോദ്യ. ഞാൻ ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞത് ഞാൻ MLAയുടെ രാജിയെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞത്. ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചത് നന്നായി. ധാർമ്മികതയിൽ ഞങ്ങളും CPM-ഉം വളരെ വ്യത്യസ്തരാണ്. അവർ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിനെ പാർലമെന്റിൽ മത്സരിപ്പിക്കുക ചെയ്തേ. പത്മകുമാറിന് ശബരിമല കൊള്ളക്കേസിലെ കള്ളനെ അവർ കവചമൊരുക്കിയെന്ന്. അപ്പൊ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാ ഞാൻ ചോദിച്ചെന്നേ. നിങ്ങളുടെ ചോദ്യം എന്നാ? എന്റെ ചോദ്യത്തെ അല്ലെന്നേ. എന്റെ ചോദ്യം ഇന്നലെ ഗോവിന്ദ മാഷ് നിങ്ങളെ മുമ്പിലല്ലേ പറഞ്ഞു. നിങ്ങളെ എന്ത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനാണ് എന്നോട് വന്നത്. എന്താ ക്ലാസ് എടുക്കേണ്ട വരുന്നേ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ലെന്ന് അടിക്കുകയാണ്. എൻ്റെ ഡിഫറൻസ് എന്താ? ഞങ്ങളുടെ രാഷ്ട്രീയ മാധ്യമങ്ങളിൽ ഉയർന്നപ്പോൾ, അന്തരീക്ഷത്തിൽ ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. വേറാസ് ഞങ്ങൾ അതാണ് നിലപാട് സ്വീകരിച്ചതെങ്കിൽ CPM മോഷണക്കേസിൽ, ശബരിമല മോഷണക്കേസിൽ കോടികളുടെ വിലപിടിപ്പുള്ള വിശ്വാസത്തിൻ്റെ മൂല്യമായ ഒരു വസ്തു മോഷ്ടിച്ചു പോയ ഗൂഢാലോചനയിലെ പങ്കാളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയച്ചിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുക, ന്യായീകരിക്കുകയാണ് ഗോവിന്ദ മാസ്റ്റർ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. കേരളത്തിലെ KPCC പ്രസിഡന്റ് പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് കൈപ്പത്തിയിൽ മത്സരിച്ച ഒരു നേതാവ് എന്റെ പോക്കറ്റിലാന്ന് പറയുകയാണോ? ശരിയായ മറുപടി അത് ഗോവിന്ദ മാസ്റ്റർക്കുള്ള ശരിയായ വളരെ കൃത്യമായ മറുപടിയാണ്. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അല്ലല്ല. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പത്രം വായിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് വായിക്കണം. ഇപ്പൊ എന്താ SIT അല്ലേ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ അയച്ചേക്കുന്നത്? റിമാൻഡ് റിപ്പോർട്ട് മാസ്റ്റർ വായിച്ചിട്ടുണ്ടോ? റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? ജയിലിലേക്കല്ലേ കോടതി അയച്ചത്? പോലീസ് കസ്റ്റഡിയിലേക്കല്ലേ വിട്ടത്? ഇതുവരെ അപ്പൊ മാസ്റ്റർ ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്താ 20 വർഷം തലശ്ശേരി ജില്ലാ കോടതി കഠിന തടവിന് ശിക്ഷിച്ച, പോലീസിനെ ആക്രമിച്ച, പോലീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച, കഠിന തടവിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതിയെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പെരിയ കൊലക്കേസ്, കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ജയിലിൽ സ്വീകരണം ഒരുക്കിയതാണ് മാർക്സിസ്റ്റ് പാർട്ടി. ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ചവർ, അവരെ രക്തസാക്ഷികളാക്കി ആദരിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ബോംബ് നിർമ്മാണ കേസിൽ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി.
എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. അതുകൂടെ പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും ലീഗിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും CPM-ന് ചിഹ്നമില്ല. അവിടെയൊക്കെ കുളം അതുപോലെ ഗ്ലാസ് ഒക്കെയാണ്. ഏരിയ കമ്മിറ്റി ആ ജയന്ത് ഇവിടെയുണ്ട്. ജയന്തിനോട് നിങ്ങൾ ചോദിക്കാൻ താമസിക്കരുത്. വേറെ വിഷയമൊന്നുമില്ല. അത് ഞാൻ ആ ചോദ്യത്തിലെ വിഷയം കഴിഞ്ഞു. എൻ്റെ സമയം കഴിഞ്ഞു. അക്കാര്യത്തിലെ സമയം കഴിഞ്ഞു. നിങ്ങൾ യഥാർത്ഥ വിഷയത്തിൽ ശബരിമലയിലേക്ക് അവിടെ പറയാം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡോണ്ട് വേസ്റ്റ് മൈ പ്രഷ്യസ് ടൈം. ഞങ്ങളെല്ലാ കോർപ്പറേഷനും നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുമെന്നല്ലേ ഞങ്ങളും പറയുന്നു. വോട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. കോഴിക്കോട് അതാ പറഞ്ഞു. കണ്ണൂർ UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. കെ സുധാകരൻ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. ഞാൻ വലിയ പ്രതീക്ഷയിലാണ്. UDF വലിയ മുന്നേറ്റത്തിൽ.